നമ്മളെ തിരൂർ പട്ടണത്തിൽ ഒരുപാട് പള്ളികളുണ്ട്. പക്ഷേ തിരൂരുകാർക്ക് പോലും, പ്രത്യേകിച്ച് തിരൂരിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് പോലും അറിയാത്ത ഒരു പള്ളിയാണ് ഈ പള്ളി. മസ്ജിദ് തഖ്വ എന്ന് പറയും. ഇവിടെ റിംഗ് റോട്ടിലാണ് ഈ പള്ളി നിലകൊള്ളുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏത് യാത്രക്കാർക്കും, ഇതുവരത്തിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ ഷോപ്പിങ്ങിന് വരുന്ന ഒരുപാട് യാത്രക്കാർ ഉണ്ട്. അവർക്കൊക്കെ പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ്, ജുമാക്ക് മുമ്പ് ഉള്ള പ്രസംഗങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നിസ്കാരം കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളിലേക്ക് തിരിയാൻ പറ്റുന്ന, ഉതകുന്ന രീതിയിലുള്ള ഒരു പള്ളിയാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് പേർക്ക് നിസ്കരിക്കാനും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ കഴിച്ച് പോകാനും പറ്റുന്ന സൗകര്യത്തോടു കൂടെ തന്നെ ഏകദേശം ഒരു 500 ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം തന്നെ. തിരൂരിൽ വരുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് ഇപ്പോൾ ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു പ്രാവശ്യം ജുമാക്ക് ഇവിടെ പോയി. അൽഹംദുലില്ലാഹ് മറ്റു പള്ളികളിലൊക്കെ ജുമാ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കഴിയുകയും പിന്നെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോകാനും സാധിച്ചു. നമ്മുടെ തിരൂര് സിറ്റി ഹോസ്പിറ്റലിൻ്റെ നേരെ പിറകുവശത്താണ് ഈ പള്ളി നിലകൊള്ളുന്നത്. സൗകര്യപ്പെടുന്ന ആളുകൾ വെള്ളിയാഴ്ചകളിലൊക്കെ തിരൂരിലെത്തുമ്പോൾ പെട്ടെന്ന് തന്നെ വന്നാൽ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അല്ലാതിരുന്നാൽ ഇത് പെട്ടെന്ന് ഫുള്ളായിട്ട് പിന്നെ നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്ന ഒരവസ്ഥയില്ല. അപ്പോൾ അതുകൊണ്ട് പുറമെ നിന്ന് വരുന്ന ആളുകളൊക്കെ പരമാവധി ഈ സമയവും ഈ സ്ഥലവും ഈ പള്ളിയും ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം. നമ്മുടെ തിരൂർ തന്നെ ഒരുപാട് പള്ളികളുണ്ട്. ആ പള്ളികളിലൊക്കെ ജുമാൻ്റെ മുമ്പുള്ള പ്രസംഗം വേണ്ടെന്നല്ല ഇപ്പം പറയുന്നത്. പക്ഷേ യാത്രക്കാർക്കൊക്കെ പലപ്പോഴും അത് ബുദ്ധിമുട്ടായി മാറാറുണ്ട്. പക്ഷേ ഈ പള്ളി അങ്ങനത്തെ ഒരു പ്രസംഗമോ മറ്റോ കാര്യങ്ങൾക്ക് അധികവും പറ്റില്ല. മാത്രമല്ല യാത്രക്കാരായ ആളുകൾക്കൊക്കെ വിശ്രമിക്കാനും കിടന്നുറങ്ങാനൊക്കെ കുറച്ച് സമയത്തെങ്കിലും പറ്റുന്നൊരു പള്ളി.